എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കയ്യിലിരിക്കുന്നത് ഒറൈമോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ FreePods Lite എന്ന് പറഞ്ഞിട്ടുള്ള ഒരു TWS ഇയർബഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ TWS ഇയർബഡ്സ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഇവ ഒരു TWSും കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങനെയല്ല, ആക്ച്വലി ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള എന്നാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൗണ്ടിങ് ഉള്ള ഒരു ഇയർബഡ്സ് ആണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒറൈമോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിനെ ഇതിനു മുന്നേ ഈ ചാനലിൽ 2018-ലോ 19-ലോ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാര്യം ഞാൻ ആദ്യമായിട്ട് കാശ് കൊടുത്ത് വാങ്ങിച്ച റിവ്യൂ യൂണിറ്റ് ഒറൈമോയുടെ ആയിരുന്നു. അതിനുശേഷം ഒറൈമോ നമുക്ക് ഒരു പ്രോഡക്റ്റ് അയച്ചു തന്നിരിക്കുകയാണ്. അൺബോക്സിങ് നോക്കുന്ന സമയത്ത് നമ്മുടെ പെട്ടി ഇതാണ്. ഒരു നിയോൺ പച്ച കളറിലാണ് വരുന്നത്. ഫ്രണ്ടിലായിട്ട് അവരുടെ FreePods Lite എന്ന് കൊടുത്തിട്ടുണ്ട്. അൺലീഷ് അൺസ്റ്റോപ്പബിൾ സൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 40 hours ലോങ് പ്ലേബാക്ക് ടൈം. ഏറ്റവും നല്ല ബാറ്ററി ബാക്കപ്പാണ് ഈ ഒരു ഇയർബഡ്സിൻ്റെ ഏറ്റവും മികവിട്ട കാര്യം. 40 hours ലോങ് പ്ലേബാക്ക് ടൈം എന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഹെവി ബേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിങ് കൂടി കൊടുത്തിട്ടുണ്ട്. ആൻഡ് സൈഡിലോട്ട് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഫീച്ചറുകൾ അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഫീച്ചർ നോക്കിക്കഴിഞ്ഞാൽ പവർഫുൾ ആൻഡ് ഡൈനാമിക് സൗണ്ട്, യെസ്. ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി കൊണ്ടുവന്നിട്ടുണ്ട്. പെട്ടെന്ന് ചാർജ് ആവും. ഡുവൽ മൈക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഹൈ ക്വാളിറ്റി കോളുകൾ ചെയ്യാൻ പറ്റും. പിന്നീട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഈ കസ്റ്റമൈസിങ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇയർബഡ്സിൻ്റെ കൂടെ തന്നെ ഒരു ആപ്പും കൂടി വരുന്നുണ്ട്. ആ ആപ്പിൻ്റെ അകത്ത് നിങ്ങൾക്ക് ബേസ് വേണ്ടെന്നുണ്ടെങ്കിൽ ബേസ് കട്ട് ഓഫ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിന് ഇക്വലൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഇത്രയും ഫീച്ചർ കിട്ടപ്പോൾ ഇതിൻ്റെ പ്രൈസ് 1000 രൂപയ്ക്ക് മേളിലോട്ട് പോയിട്ടില്ല. 999 ആണ് ഒറൈമോയുടെ ഈ ഒരു സാധനം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ പ്രൈസ്. ഓക്കെ, നമുക്ക് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യാനായിട്ട് മേളത്തെ ഈ ഒരു സ്റ്റിക്കർ മാറ്റുക. സോ നമുക്ക് ആദ്യം തന്നെ എന്തൊക്കെയാണ് ബോക്സ് കണ്ടന്റ് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു യൂസർ മാനുവലും പേപ്പർ വർക്കും വരുന്നുണ്ട്. പിന്നീട് 2 year വാറണ്ടിയുടെ ഒരു വാറണ്ടി കാർഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. താങ്ക് യു ഫോർ പർച്ചേസിങ് എന്ന് പറഞ്ഞിട്ട് ഒരു വാറണ്ടി കാർഡ്. നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾ ഇത് രജിസ്റ്റർ ചെയ്യണം. ഇവരുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് 2 വർഷം വാറണ്ടി കിട്ടും. പിന്നീട് നമുക്ക് എക്സ്ട്രാ ഇയർ ടിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അതും നമ്മുടെ ആ ഒരു നിയോൺ ഗ്രീൻ കളറിൽ. പിന്നെ നമ്മുടെ ചാർജിങ് കേബിൾ, അതൊരു USB-A to USB-C ചാർജിങ് കേബിളാണ്. യെസ്, ഇനിയാണ് നമ്മുടെ താരം. ഒറൈമോയുടെ FreePods Lite എന്ന് പറഞ്ഞിട്ടുള്ള ഇയർബഡ്സിൻ്റെ പെട്ടിയാണിത്. ക്യാപ്പ് നോക്കി കഴിഞ്ഞാൽ വിസിബിൾ ആണ്. ഇയർബഡ്സ് അതിൻ്റെ അകത്തുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇയർബഡ്സ് എടുത്തു കഴിഞ്ഞാൽ ഇയർബഡ്സും ട്രാൻസ്പെറൻ്റ് ആണ്. ഇയർബഡ്സിൻ്റെ അകത്ത് എന്തൊക്കെ സെറ്റപ്പുകളാണുള്ളത്, അതിൻ്റെ അകത്തുള്ള വയേഴ്സും ആ ഒരു നമ്മുടെ ഡ്രൈവേഴ്സ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഡിസൈൻ ആസ്പെക്റ്റിൽ ആ ഒരു പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് ഒറൈമോ ചെയ്തിട്ടുള്ളത്, വിച്ച് ഈസ് നൈസ്. നമുക്കിതിൻ്റെ പുറകിലായിട്ട് ഒരു ചെറിയൊരു പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്, അതിനെ മാറ്റാം. ആൻഡ് നൗ നമുക്കിതിനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം നമ്മുടെ ഫോണിൽ. സോ ബേസിക്കലി നമ്മുടെ പെയറിംഗ് പ്രോസസ്സ് ഭയങ്കര സിമ്പിളാണ്. നിങ്ങളുടെ ബ്ലൂടൂത്ത് സെറ്റിങ്സിലോട്ട് പോയിട്ട് നിങ്ങളതിനെ ഓപ്പൺ ആക്കി വയ്ക്കുക. സ്കാനിങ് മോഡിലാക്കുക. സ്കാനിങ് മോഡിലാക്കിയതിന് ശേഷം നമ്മുടെ ഒറൈമോയുടെ ഈ ഒരു കേസിനെ ഇങ്ങനെ ഓപ്പൺ ആക്കി വയ്ക്കുക. അപ്പോൾ ഒരു പച്ച കളർ ലൈറ്റ് കത്തും. അപ്പോൾ കേസ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇത് പെയറിംഗ് മോഡിലാവും. പെയറിംഗ് മോഡിലായി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണിക്കും ഒറൈമോ FreePods Lite എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. സോ ജസ്റ്റ് ചെയ്യേണ്ടത് ഒറൈമോ FreePods Lite എന്ന് പറഞ്ഞതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പെയറിംഗ് റിക്വസ്റ്റ് പോവും, പെയർ ആവും. കണക്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് എത്ര % ചാർജ് ഉണ്ടെന്നുള്ളത് നമുക്ക് കാണിക്കും. ആൻഡ് ഇനി നമുക്ക് നമ്മുടെ ഇയർബഡ്സ് എടുത്ത് കാതി വയ്ക്കാം. യെസ്. സോ ഞാൻ ജസ്റ്റ് റാൻഡമായിട്ടൊരു പാട്ട് പ്ലേ ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ സ്പീക്കർ അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാൻ പറ്റില്ല. എന്നാലും ഞാൻ റാൻഡമായിട്ട് ഒരു പാട്ട് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. സോ ബേസിക്കലി ഫസ്റ്റ് ഞാനൊരു പാട്ട് പ്ലേ ചെയ്തത് വെച്ചിട്ട് 2-3 പാട്ട് പ്ലേ ചെയ്ത് വെച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. ലൈക്ക് ഓൺ പോയിന്റ് തന്നെയാണ്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഫീൽ ചെയ്യുന്നില്ല. ബട്ട് നമ്മൾ ഓരോ പാട്ടുകൾ കേൾക്കുന്ന സമയത്ത് അതിൻ്റെ ബേസ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ചില പാട്ടുകൾക്ക് ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും പാട്ടിൻ്റെ അകത്ത് ബേസ് വരുന്നത്. ആ ബേസ് ഹിറ്റ് ചെയ്യുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ട്. മിഡ് കുഴപ്പമില്ല, ലോസും കുഴപ്പമില്ല. വോളിയം ലെവല് കുറച്ച് അത്യാവശ്യം നല്ലതായിട്ട് തന്നെ ഉണ്ട്. എന്നാൽ നമുക്ക് പുറത്തിങ്ങനെ കേൾക്കാൻ പറ്റും. അതായത് നമ്മൾ കാതിൽ വെച്ചിട്ട് ഫുൾ വോളിയം വയ്ക്കുകയാണെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സൗണ്ട് ക്വാളിറ്റി വൈസ് നോട്ട് ബാഡ്. എനിക്ക് ആ ബേസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ബേസ്. ആൻഡ് ലോസും കൊള്ളാം. ടോൺ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഭയങ്കര എക്സലൻ്റ് ആയിട്ടുണ്ട്. ലൈക്ക് 999 അകത്ത് വരുന്ന കുറേ ഇയർബഡ്സുകൾ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ടോൺ ക്വാളിറ്റിയിൽ എപ്പോഴും പൊതുവെ ലാക്ക് ചെയ്യാറുണ്ട് പലതും. ദ ടോൺ ക്വാളിറ്റി ഈസ് പ്രിറ്റി ഗുഡ്. ലൈക്ക് ശരിക്കും പറഞ്ഞാൽ കിടിലായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആ ഒരു കസ്റ്റമൈസിങ് ഫീച്ചർ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഒറൈമോ സൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് കിട്ടും. ജസ്റ്റ് ആ ഒരു ആപ്പ് ഒന്ന് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കുന്ന സമയത്ത് കുറച്ച് ലോഗിൻ രജിസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പരിപാടികൾ വരും. ഞാനിപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നില്ല തൽക്കാലം ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്.
സോ ഇവിടെ നമുക്ക് നമ്മുടെ ഡിവൈസുകൾ ആഡ് ചെയ്യാൻ പറ്റും. ഞാനൊരു ആഡ് ഡിവൈസ് കൊടുത്തു. ആഡ് ഡിവൈസ് കൊടുക്കുന്ന സമയത്ത് കുറച്ച് പെർമിഷൻ ചോദിക്കും. ആക്ച്വലി ഈ സമയത്ത് നമ്മുടെ ഒറൈമോ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറൈമോ അവിടെ ഡിറ്റക്റ്റ് ആവും. നമ്മുടെ ഇയർബഡ്സ് ഇത് അവിടെ ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. ഒറൈമോ FreePods Lite എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണക്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് കാണിക്കും. അതായത് വേർഷൻ നമ്പർ കാണിക്കും, അതുപോലെ തന്നെ 2 ഇയർബഡ്സിലും എത്ര % ചാർജ് ഉണ്ടെന്നുള്ളത്. ഞാൻ ആ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കിടില ആനിമേഷനൊക്കെ വരുന്നുണ്ട്, ആ ഒരു ഒറൈമോയുടെ പെട്ടി തുറന്നു വരുന്നതായിട്ട്. ശരിക്കും ഇതിൻ്റെ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഒരു ഡ്രൈവർ ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുള്ളതും അതിൻ്റെ പുറകിലായിട്ടുള്ള കണക്ഷൻസ് ഒക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ആ ഒരു ചാർജിങ് പോർട്ടിൻ്റെ അവിടെ നിന്ന് എങ്ങനെയാണ് കണക്ഷൻ പോയിട്ടുള്ളത്, ലൈക്ക് വിച്ച് ഈസ് ഗുഡ്. ലൈക്ക് ഒരാളുടെ കയ്യിലെടുത്ത് കൊടുക്കപ്പോൾ ഒന്ന് നോക്കും. യെസ്, ഇവിടെ നമുക്ക് ഒരു 2 ഓപ്ഷൻസ് കാണാൻ പറ്റും, ഇക്വലൈസറും ഇയർബഡ് കൺട്രോളും. അപ്പോൾ ഇക്വലൈസർ എടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓരോ ഇക്വലൈസർ മോഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതും കുറച്ചുണ്ട്. സ്റ്റാൻഡേർഡ്, ഹെവി ബേസ് ഇട്ടിട്ട് നമുക്കൊരു പാട്ട് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഹെവി ബേസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇക്വലൈസർ മോഡിലാണ് വെച്ചേക്കണേ. ഞാൻ സ്പോട്ടിഫൈയിലേക്ക് പോവാണ്. ഹെവി ബേസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവർ മാത്രം ഇതിട്ടാൽ മതി. ലൈക്ക് ആ ഒരു ബേസ് ഡ്രോപ്പ് ഒക്കെ ഉണ്ടല്ലോ ചില സിനിമയിലും പാട്ടിലൊക്കെ വരുന്ന ബേസ് ഡ്രോപ്പ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പാട്ടിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ബേസ് ഗിത്താറിൻ്റെ ആ ഒരു ടച്ചൊക്കെ ഇല്ലേ, അതൊക്കെ ഭയങ്കര ഹെവി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ലൈക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. എനിക്ക് ഇത്രയും ബേസ് വേണ്ട, എനിക്ക് വേണമെങ്കിൽ ഒരെണ്ണം കസ്റ്റമായിട്ട് ചെയ്യാൻ പറ്റും. അവിടെ ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ കൊടുക്കുക. സോ ഇത് എങ്ങനെയാണ് ഇക്വലൈസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കാതിലേക്ക് ഇയർബഡ്സ് വയ്ക്കുക, പാട്ട് പ്ലേ ചെയ്ത് വെച്ചിരിക്കുക. എന്നിട്ട് ഈ ഓരോ വെള്ള കുത്തുവല കണ്ടില്ലേ, അതിന് ഓരോന്നായിട്ട് ട്വീക്ക് ചെയ്യുക. അങ്ങോട്ട് മേളിലേക്ക് ആക്കാൻ പറ്റും, താഴേക്ക് ആക്കാൻ പറ്റും, വലിച്ച് എല്ലാം താഴേക്ക് ആക്കാൻ പറ്റും. എല്ലാം താഴേക്ക് ആക്കി കഴിഞ്ഞാൽ വലിയ ഗുണമൊന്നും കാണില്ല. ഇതിനൊന്ന് പ്ലേ അറൗണ്ട് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടത്തിന്. എന്നിട്ട് അതിനെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇതിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ഇയർബഡിൻ്റെ ടോണിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ബേസ് ഒട്ടും വേണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. നിങ്ങൾക്ക് ട്രിപ്പിളാണ് ഏറ്റവും മേളിലേക്ക് വരേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ പോവാം. മിഡ് ആണെന്നുണ്ടെങ്കിൽ മിഡ് കൂട്ടി വയ്ക്കാം. സോ എനിക്ക് തോന്നുന്നു ആദ്യം ഡിഫോൾട്ടായിട്ട് വരുന്നത് എല്ലാം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതാണ്. ഇതിനകത്ത് കളിക്കപ്പോഴാണ് ഇതിൻ്റെ ക്വാളിറ്റി മൊത്തത്തിൽ മാറുന്നതെന്നാണ് തോന്നുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്ത് സ്റ്റാൻഡേർഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന സമയത്ത് എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ. ഹെവി ബേസ് ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ ഓരോന്നിൻ്റെ കർവ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഹെവി ബേസിൻ്റെ കർവ് മേളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ പോവും. സ്റ്റാൻഡേർഡ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മല പോലെ പോവും. റോക്ക് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ വെയ്വ് പോലെ പോവും. ജാസ് ഇട്ട് കഴിയുന്ന സമയത്ത് ഇങ്ങറ്റത്തൊന്ന് മേളിലോട്ട് പോവും. ലൈക്ക് ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. ഒരു 999 റുപ്പീസിൻ്റെ ഒരു ഇയർബഡ്സിൻ്റെ അകത്ത് ഇത്രയും കൺട്രോൾ വരാമെന്നുള്ളത് വെരി നൈസ്. ഇനി ഇയർബഡ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ കസ്റ്റമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ലെഫ്റ്റ് ഇയർബഡിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് മ്യൂസിക് കൺട്രോളും റൈറ്റ് ഇയർബഡിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് വോളിയം കൺട്രോളും ആക്കാൻ പറ്റും. അതേപോലെ തന്നെ വൈസ് വേഴ്സ ആക്കാം. നിങ്ങൾക്ക് ലെഫ്റ്റിൽ വോളിയം കൺട്രോളും റൈറ്റിൽ മ്യൂസിക് കൺട്രോളും ആക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഞാനൊന്ന് സിംഗിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം കുറയും, ഡബിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് വോളിയം കൂടും. ഇനി റൈറ്റ് സൈഡ് ഇയർബഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഞാൻ ടാപ്പ് ചെയ്യുന്ന സമയത്ത് പാട്ട് പോസ് ആൻഡ് പ്ലേ ആവും. ഡബിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് അടുത്ത ട്രാക്കിലോട്ട് പോകും. ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് പ്ലേ ചെയ്ത ഏത് ട്രാക്കാണോ അതിലോട്ട് വരും. മനസ്സിലായില്ലേ? പിന്നീട് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഗെയിം മോഡ്. ഈ ഗെയിം മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ലോ ലേറ്റൻസി മോഡ് ആവും. അപ്പോൾ നിങ്ങൾ ഗെയിം കളിക്കുന്ന സമയത്ത് ആ ഒരു ലേറ്റൻസി ഇഷ്യൂ അവിടെ വെടിവെക്കുന്നത് കണ്ടതിന് ശേഷമേ സൗണ്ട് വരുള്ളൂ. സൗണ്ടിൻ്റെ ലാഗ് ഉണ്ടല്ലോ, ആ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിനകത്ത് ഡുവൽ മൈക്ക് ENC ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ കോളുകൾ എടുക്കുന്ന സമയത്ത് 2 മൈക്രോഫോൺ യൂസ് ചെയ്തിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഓഡിയോ ആയിരിക്കും. പൊതുവേ ഇയർബഡുകൾ ഉപയോഗിക്കുമ്പോൾ എത്ര വില കൂടി ഇയർബഡ് ഉപയോഗിക്കുന്ന സമയത്തായാലും കോൾ ക്വാളിറ്റി കുറച്ച് ശോകമാണ്. നിങ്ങൾ ഇനി റോഡിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഓഡിയോ കിട്ടും കോൾ ചെയ്യുന്ന സമയത്ത്. കൺക്ലൂഷൻ നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രോഡക്റ്റ് വർത്ത് ആണോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ 999 എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസ് സെഗ്മെൻറ്റ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് കുറേ കിഡ്ല ഫീച്ചേഴ്സ് ഉണ്ട് മറ്റ് ബ്രാൻഡുകൾ പ്രൊവൈഡ് ചെയ്യാത്തത്. ഒന്നാമത്തത് ഇതിനകത്ത് 40 hours പ്ലേബാക്ക് ടൈം കിട്ടുന്നുണ്ട്, അത് ഭയങ്കര കൂടുതലാണ്. രണ്ടാമത്തത് നമുക്ക് ഭയങ്കര ഫാസ്റ്റായിട്ട് ഇത് ചാർജായി കിട്ടും. മൂന്നാമത്തത് നമുക്ക് ഈ ഒരു ഇയർബഡിനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഇയർബഡ് ഞാൻ വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ അയാളുടെ ലിസ്ണിംഗ് രീതി വെച്ചിട്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. ഇത് ഏത് ആൾക്കാർ വാങ്ങിച്ചു കഴിഞ്ഞാലും അവരുടെ ഇഷ്ടത്തിന് ഇതിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ബേസ് ഭയങ്കര കുറവായിട്ടാണ് ഇഷ്ടം, ഓക്കെ ബേസ് കുറച്ച് വെച്ചോ. എന്നാൽ നിങ്ങൾക്ക് വേണം ബേസ് നല്ലതുപോലെ വേണം, ആ ഒരു എരപ്പെല്ലാം ഭയങ്കര ഹെവി ആയിട്ട് കേൾക്കണം, എങ്കിൽ നിങ്ങൾക്ക് ബേസ് കൂട്ടി വയ്ക്കാം. ഓൾറെഡി അവർ ചെയ്തു വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം.
ഇതെല്ലാം പോട്ടെ ഗെയിം മോഡ് ഉണ്ട് ആൻഡ് 2 മൈക്ക് യൂസ് ചെയ്തിട്ടുള്ള കോൾ ഫെസിലിറ്റി ഉണ്ട്. സോ ഈ ഒരു പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര വെർത്തായിട്ടുള്ള പ്രോഡക്റ്റാണ് ഇത്. ഞാൻ ജസ്റ്റ് ചുമ്മാ പ്രൊമോട്ട് ചെയ്ത് വിടുന്നതല്ല, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ആപ്പിൻ്റെ യൂസർ എക്സ്പീരിയൻസ് എടുത്ത് തന്നെ പറയണം. നമ്മളിത് കണക്ട് ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് കണക്ട് ആവുന്നുണ്ട്. ഫാസ്റ്റ് പെയറിംഗ് ആണ്. നിങ്ങൾ ഈ ഇയർബഡ് പെയർ ചെയ്യാനായിട്ട് ഭയങ്കര പാട് പൊതുവേ വരാറുണ്ട്. ജസ്റ്റ് ഈ ഒരു കേസിൻ്റെ അകത്ത് വെച്ചിട്ട് കേസ് ഓപ്പൺ ആക്കുക, നിങ്ങൾക്ക് കാണിക്കും, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡൺ. ആൻഡ് ആപ്പിലേക്ക് വരിക, ആപ്പ് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യും, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക, കണക്റ്റ് ആവും. എന്നിട്ട് അതിനൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ആനിമേഷനൊക്കെ വരും. ആൻഡ് ഈ നമ്മുടെ കയ്യിലുള്ള ഇയർപോഡ്സിൻ്റെ കളറിനനുസരിച്ച് നമുക്ക് അതിനെ മാറ്റാനും പറ്റും. കണ്ടോ, എല്ലാ സെറ്റിങ്സും ഇവിടെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ കൊടുത്തിട്ടുമുണ്ട്. പിന്നെ ഡിസൈൻ വൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൈക്ക് അത് ഇപ്പോൾ പല കമ്പനികളും ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഫാക്ടറാണ് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിലും ഒരു ഇയർബഡിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ഇടയ്ക്ക്. അപ്പോൾ ഒരു ബഡ്ജറ്റ് ഇയർബഡ് ആണ് നിങ്ങൾ നോക്കുന്നത് വിത്ത് എ ബെസ്റ്റ് പെർഫോമൻസ്, നിങ്ങൾക്ക് ഒറൈമോ ചൂസ് ചെയ്യാവുന്നതാണ്. ഒറൈമോ FreePods Lite പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ബൈ.